പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹത്തിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി. ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ കലയനാട് സ്വദേശി ശാലിനിയുടെ 20 ഗ്രാം സ്വർണ്ണമാണ് ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നത്. സുജിത് സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. മൃതദേഹത്തെ പോലും വെറുതെ വിടത്തില്ല നമ്മുടെ ആളുകൾ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണോ സുജിത്ത് ഈ വാർത്ത? ഗുഡ് മോർണിംഗ് എസ്കേൻ. മൃതദേഹത്തിലെ സ്വർണം വരെ അടിച്ചു മാറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്വർണത്തിനൊക്കെ ഇത്രയേറെ വില കയറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു ഭർത്താവ് ഐസക് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശാലിനിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. മരണം സ്ഥിരീകരിച്ചതോടുകൂടി മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ ഊരിമാറ്റിയത്. ജീവനക്കാരി ഇതൊക്കെ ആശുപത്രി സൂപ്രണ്ടിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ ഏൽപ്പിക്കുന്നതിനു പകരം ഇത് വളരെ അലക്ഷ്യമായിട്ട് അവിടുത്തെ ഇഞ്ചക്ഷൻ റൂമിലെ അലമാരിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം ഈ ബന്ധുക്കൾ ഒരു പരാതി 18-ാം തീയതിയാണ് ഈ സ്വർണം കാണാനില്ല എന്നൊരു പരാതിയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഈ പരാതിയിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 20 ഗ്രാം സ്വർണ്ണമാണ്, അതായത് ഏതാണ്ട് 2.5 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആശുപത്രി അധികൃതരോട് പലരോടും ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും തന്നെ ഇത് സംബന്ധിച്ച യാതൊരു വിവരവുമില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സ്വർണ്ണാഭരണങ്ങൾ ആശുപത്രി സൂപ്രണ്ടിനെ ഏൽപ്പിച്ച് അത് ലേ സെക്രട്ടറിയുടെ കൈവശം നൽകിയ ശേഷം അത് ആശുപത്രിയിലെ തന്നെ ലോക്കറിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. CCTV അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രിയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു സുജിത് സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.